ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. ഇന്ന് നാലാമത്തെ പാർട്ടാണ് റിവിഷൻ ചെയ്യുന്നത്. അതായത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ആണ്. അത് ഭാഗം 4 റിവിഷൻ ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ 11ാമത്തെ ചോദ്യം മുതൽ 21ാമത്തെ ചോദ്യം വരെ 4 മാർക്ക് വീതം. ഇന്ന് 3 ചോദ്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. 11ാമത്തെ ചോദ്യം, ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 16 and 21st term is 124. Find the common difference, find the first term of the sequence. What is the position of 280 in this sequence? ചോദ്യം മനസ്സിലായല്ലോ. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 3ാം പദം 16ഉം 21ാം പദം 124ഉമാണ്. അതിൻ്റെ പൊതുവ്യത്യാസം കാണുക. അതിൻ്റെ 1ാം പദം കാണുക. അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ സമാന്തര ശ്രേണിയുടെ 1ാം പദം കാണുക. 280 എന്ന സംഖ്യയുടെ സ്ഥാനം, അത് 280 എത്രാമത്തെ ടേം ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് ആദ്യം എഴുതാം. എന്തൊക്കെയാണ്? 3ാം പദം തേർഡ് ടേം x3 ആൻസർ x3 ഈക്വൽസ് 16 and x21 equals 124. ഇങ്ങനെയുള്ള 2 പദങ്ങൾ തന്നാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അറിയാം. എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ 124 മൈനസ് 16 ബൈ 21 മൈനസ് 3. വളരെ എളുപ്പമാണ്. ഏതൊക്കെ എവിടെ അപ്ലൈ ചെയ്യണം എന്ന കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇപ്പൊ എത്ര കിട്ടും? 124 മൈനസ് 16 എത്ര? 8. പിന്നെ 1 0 108 108 ബൈ 18 എത്ര കിട്ടും? 6 കിട്ടും. അപ്പൊ പൊതുവ്യത്യാസം കിട്ടി. 1ാമത്തെ ആൻസർ ആണ് എത്ര? D ഈക്വൽസ് 6. ഇനി 2ാമത്തെ ആൻസർ, ഫൈൻഡ് ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തേർഡ് ടേം തന്നിട്ടുണ്ട്. തേർഡ് ടേമിൽ നിന്ന് 2 പൊതുവ്യത്യാസം കുറയ്ക്കാം. 3 മൈനസ് 2 1. അതായത് തേർഡ് ടേം എന്ന് പറയുന്നത് 16 മൈനസ് 2 ഇൻറ്റു കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി 6. 16 മൈനസ് 12 ഈക്വൽസ് 4. അപ്പൊ 2ാമത്തെ ആൻസറായി എത്ര? 4 കിട്ടി. ഇനി 3ാമത്തത്, ഇത് xn എന്ന് എടുക്കണം അല്ലേ? അപ്പം xn ഈക്വൽസ് dn പ്ലസ് c ആണ്. xn ഈക്വൽസ് dn പ്ലസ് f മൈനസ് d. d എത്ര? 6. xn എത്ര? 280. ഈ ചോദ്യം മാത്രം നമുക്ക് നിലനിർത്താം. സി പാർട്ട് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് മാത്രം നിർത്തിയിട്ട് ബാക്കിയൊന്ന് വായിക്കാം. 280 സമം 6n പ്ലസ് എഫ് എത്ര? ഫസ്റ്റ് ടേം 4 മൈനസ് 6. 280 സമം 6. 4 6 പോയാൽ 2. ഈ 2നെ കൂടി ഇപ്പുറത്ത് കൊണ്ടുവന്ന് ആഡ് ചെയ്യുമ്പം 6n സമം 282. n സമം 282 ബൈ 6. അപ്പം എത്ര കിട്ടും? 47. അതായത് 47ാം പദമാണ് 280 എന്ന് പറയുന്നത്. 1ാമത്തെ ചോദ്യം കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, 12ാമത്തെ ചോദ്യം. 1 box contains 10 paper slips numbered 1 to 10 and another box contains 20 paper slips numbered 1 to 20. One slip is taken from each box. In how many ways can we choose a pair of slips? What is the probability of both numbers being the same? What is the probability of getting one even and one odd number? Okay, അപ്പോൾ ഇതിൻ്റെ മലയാളം എന്താണെന്ന് മനസ്സിലായോ? എന്താണ്? അപ്പം ഒരു ബോക്സിനകത്ത് 2 ബോക്സ് ഉണ്ട്. ഒരു ബോക്സിനകത്ത് 1 മുതൽ 10 വരെയുള്ള സ്ലിപ്പും മറ്റേ ബോക്സിനകത്ത് 1 മുതൽ 20 വരെയുള്ള സ്ലിപ്പ് ഇട്ടിരിക്കുന്നു. അപ്പം ഒരു സ്ലിപ്പ്, ഓരോ ബോക്സിൽ നിന്ന് ഓരോ സ്ലിപ്പ് എടുക്കുന്ന ഹൗ മെനി വേസിന് എത്ര ജോഡികൾ ഉണ്ടായിരിക്കും, എത്ര പേരുണ്ടായിരിക്കും? എന്താണ്? 2 ഒരേ സംഖ്യ ആവാനുള്ള സാധ്യത
ഒന്ന് ഈവൻ നമ്പർ ഒന്ന് ഓഡ് നമ്പർ ആകാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ നോക്കാം. ചോദ്യം മനസ്സിലായല്ലോ? അപ്പം ഇത് ആൻസർ എഴുതണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചേ പറ്റൂ. പടം വരച്ചിട്ടുണ്ട്. രണ്ട് ബോക്സ്, ഒരു ബോക്സിൽ 1 മുതൽ 10 വരെയുള്ള സ്ലിപ്പുകളും മറ്റേ ബോക്സിൽ 1 മുതൽ 20 വരെയുള്ള സ്ലിപ്പുകളും. ഇവിടെ ടോട്ടൽ നമ്പർ പറഞ്ഞാൽ 10 പേരാ ഉള്ളത് അല്ലേ? ഇതിൻ്റെ അകത്ത് എത്ര സ്ലിപ്പ് ഉണ്ട്? 20. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഗുണിക്കണം. അപ്പോഴെത്ര കിട്ടും? 200. ടോട്ടൽ ഫസ്റ്റ് പാർട്ട് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. 10 × 20 = 200. പിന്നെ അടുത്ത രണ്ടാമത്തെ ചോദ്യം, രണ്ട് ഒരേ സംഖ്യ ആവാനുള്ള സാധ്യത. അതായത് 1 1 നോക്കിക്കേ, 1 1, 2 2, 3 3, 4 4, 5 5, 6 6, 7 7, 8 8, 9 9, 10 10. ഇതല്ലേ ഒരേ സംഖ്യകളെന്ന് പറഞ്ഞത്. രണ്ടും ഒരേ സംഖ്യകളാകാനുള്ള സാധ്യതയാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ എത്രണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട് അല്ലെ? 10 എണ്ണം എത്ര ജോഡികളുണ്ട്? 200 ജോഡിയില് 10 എണ്ണം. അപ്പൊ നമുക്ക് ആൻസർ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സെയിം നമ്പർ ഈക്വൽസ് 10 ഔട്ട് ഓഫ് 200. ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/20 എന്ന് ആൻസർ കിട്ടും. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. മൂന്നാമത്തെ ചോദ്യം എന്താണ്? മൂന്നാമത്തെ ചോദ്യത്തിൽ ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും ഉണ്ടായിരിക്കണം. ഒരെണ്ണം ഓഡ്, ഒരെണ്ണം ഈവൻ നമ്പർ. സിയുടെ ആൻസർ ഇവിടെ എഴുതാം. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഓഡ് ആൻഡ് ഈവൻ, 1 ഓഡ് ആൻഡ് 1 ഈവൻ. അപ്പൊ ഇതിൻ്റെ അകത്ത് എത്ര? 10 എണ്ണത്തില് എന്താണ്? 5 ഓടും 5 ഈവണും. ഇതില് 20 എണ്ണം ഉള്ളതുകൊണ്ട് 10 ഓടും 10 ഈവനും. അപ്പം നമുക്കിങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് ഈവൻ ഓഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ഓഡ് ഈവൻ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? ഇത് 10, രണ്ടാമത്തത് 10/20 പ്ലസ് അതും അതുപോലെ തന്നെ അല്ലേ, 5/10 ആദ്യത്തേല്, രണ്ടാമത്തേല് 10/20. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50 50 100, 100/200 എത്ര കിട്ടും? 2/1. ഇതാണ് മൂന്നാമത്തെ ആൻസർ. അപ്പൊ മനസ്സിലായില്ല? വളരെ എളുപ്പമാണ്, ഒരു പ്രയാസവും ഇല്ല. 13ാമത്തെ ചോദ്യം, 10 added to the product of a natural number and the number 7 more than that is 304. A part, feed the first number x, then what is the next number? Form a second degree equation and find the two numbers. മലയാളത്തില് ഒരു എണ്ണൽ സംഖ്യയുടെയും അതിനേക്കാൾ 7 കൂടുതലായ സംഖ്യയുടെയും ഗുണനഫലത്തോട് 10 കൂട്ടിയാൽ 304 കിട്ടുന്നു. അപ്പം ഒരു സംഖ്യ എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ സംഖ്യ എത്രയായിരിക്കും? ഒരു രണ്ടാംകൃതി സമവാക്യം രൂപീകരിച്ച് രണ്ട് സംഖ്യകളും കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? ഫസ്റ്റ് നമ്പർ ഈക്വൽസ് എക്സ് തന്നിട്ടുണ്ടല്ലേ. സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? എക്സിന്റെ കൂടെ 7 കൂടുന്നു. സെക്കൻഡ് നമ്പർ എക്സ് പ്ലസ് 7. പിന്നെന്താ പറയുന്നത്? ഇതിന്റെ പ്രോഡക്റ്റിന്റെ കൂടെ 10 കൂട്ടിയാൽ 304 കിട്ടും. അപ്പം ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ ആയി. സെക്കൻഡ് നമ്പർ എത്രയാണ്? എക്സ് പ്ലസ് 7. ഇനി അടുത്തത് ഞാൻ ചോദ്യം അയച്ചു, അറിയാമല്ലോ, ഓർമ്മയുണ്ടല്ലോ. അപ്പം എന്താ പറഞ്ഞത്? ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ എക്സ് പ്ലസ് 7. ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ്. ഗുണിച്ചതിന്റെ കൂടെ
10 കൂട്ടുമ്പോൾ ഇങ്ങനെ ഇത് രണ്ടും ഗുണിച്ചതിൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 304 304 കിട്ടുന്നു. അപ്പം ഫസ്റ്റ് നമ്പർ എക്സ്, രണ്ടാമത്തെ നമ്പർ എക്സ് പ്ലസ് 7, ഇതിൻ്റെ കൂടെ 10 കൂട്ടുമ്പോൾ 304 കിട്ടുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കാം. രണ്ടാം ഡിഗ്രി സമവാക്യം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് x × x x² പ്ലസ് 7 × x 7x പ്ലസ് 10 ഈക്വൽസ് 304. ഈ 304നെ പുറത്ത് കൊണ്ടുവരിക. x² പ്ലസ് 7x പ്ലസ് 10 മൈനസ് 304 ഈക്വൽ ടു 0. x² പ്ലസ് 7x 10 മൈനസ് 304 മൈനസ് 294 ഈക്വൽ ടു 0. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയി. ഇനി ഇത് സോൾവ് ചെയ്യണം. x is equal to minus b plus or minus root of b² minus 4ac by 2a. x is equal to minus b. ഇവിടെ a എത്ര? കോഎഫിഷ്യന്റ് x² എന്ന് പറയുമ്പോൾ 1, b എത്ര? 7, c എത്ര? മൈനസ് 294. അപ്പോൾ ഇതിന് നമുക്കിവിടെ കൊടുക്കാം മൈനസ് ബി മൈനസ് 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b². b² എന്ന് പറയുമ്പോൾ 7ന്റെ സ്ക്വയർ 49 മൈനസ് ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ് 4 ഇൻറ്റു a is 1 ഇൻറ്റു മൈനസ് 294. 1 എഴുതിയിട്ടില്ല, 1 ആയതുകൊണ്ട് ബൈ 2 ഇൻറ്റു a ദറ്റ് ഈസ് 2 ഈക്വൽസ് മൈനസ് 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49. ഇവിടെ എത്ര വരും? മൈനസ് പ്ലസ് 16 6 4 36 37 8 9. അപ്പം അല്ലല്ല ശരിയായില്ല. 4 16 6 ശിഷ്ടം 1 4 36 1 37 4 2 8 3 11. ഓക്കെ. അപ്പം ഇത് ആഡ് ചെയ്യുമ്പം മൈനസ് ബൈ 2 ഹോൾ ബൈ 2 minus 7 plus or minus root of 1225 by 2 equals minus 7 plus or minus 35 അല്ലേ? 35. 1225ന്റെ റൂട്ട് 35. ആൻസർ എത്ര കിട്ടാം? മൈനസ് 7 പ്ലസ് 35 by 2 or minus 7 minus 35 by 2. അപ്പം നമുക്ക് ഇവിടെ നാച്ചുറൽ നമ്പർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വാല്യൂ എടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. നാച്ചുറൽ നമ്പേഴ്സ് ആ പോസിറ്റീവ് നമ്പേഴ്സ്. അതുകൊണ്ട് നമുക്ക് മറ്റേ വാല്യൂ എടുക്കാം, പോസിറ്റീവ് വാല്യൂ എടുക്കാം. മൈനസ് 7 പ്ലസ് 35 എത്ര വരും? 28. 28 by 2 is 14. x is equal to 14. ഡയറക്റ്റ് ആയിട്ട് ചെയ്തതാണ്, അതോ സ്റ്റെപ്പ് കാണിക്കാം. 28 by 2 equals 14. അപ്പം x 14 ആണെങ്കിൽ x plus 7 എത്ര? 14 plus 7 21. അപ്പം നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് 14 and 21. ഓക്കെ, മനസ്സിലായല്ലോ? ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഫോം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സെക്കൻഡ് നമ്പർ എന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്ത് നമ്പേഴ്സൊക്കെ പറയും. ഇവിടെ ബോക്സിനകത്ത് എഴുതാം. 14 and 21 ആർ ദ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ 3 ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.